അപ്പോൾ നമ്മളിവിടെ നാടൻ കോഴിയുടെ തൂവലൊക്കെ പൊളിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. നമ്മുടെ നാടൻ കോഴിയായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ മറ്റൊന്നുമല്ല, നാടൻ കോഴി നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നാടൻ കോഴി ഇപ്പോൾ കഴുകി നല്ല വെട്ടി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്, തൂവലൊക്കെ കളഞ്ഞ്. ഇനി നമുക്കിത് കറി വെക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ അരിയണം, പിന്നെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ അടുപ്പിക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ കിടു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് നേരെ നാടൻ കോഴി കറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി ഇട്ട് വെച്ചേക്കാണ്. ഇനി നമുക്ക് സവാളയും ഉള്ളിയൊക്കെ അരിയാം. നമുക്കപ്പോൾ സവാളയൊക്കെ ഒന്ന് അരിയാം. ഇത് നമുക്ക് കാന്താരിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് പാൽക്കാന്താരിയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇതിനകത്തോട്ടും ചേർക്കാം. കൂടാതെ നമുക്ക് 4 മുളക് പീസ് കൂടെ കയറ്റാം. കുറച്ച് മതിയാവും, കാന്താരി ഇട്ടുകൊണ്ട് എരിവ് ഉണ്ടാവും. കുറച്ച് മുളക് കൂടെ ഇങ്ങനെ അരിയാം. ഇനി നമുക്ക് ഇഞ്ചിയാണ്. ഇനി ഇഞ്ചിയും കൂടെ കട്ട് ചെയ്യിടാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. വെളുത്തുള്ളി നമ്മളിവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് നമുക്ക് തക്കാളിയാണ് വേണ്ടത്. അപ്പോൾ തക്കാളിയും കൂടെ നമുക്ക് ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞ് ഇട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് വേപ്പില വേണം. ഒരു 3 താള് വേപ്പിലയും കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മളിവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, പിന്നെ സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. അപ്പോൾ നമ്മളെ ഉരുളി വെക്കുകയാണ് കറി വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചില കടുകിടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം വേപ്പില ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ സവോളയും ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞാൽ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ഇടാം. നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് ഇതിനകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
നമുക്ക് ഇതിനകത്തോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഒരുപാട് വേണ്ട, ശകലം മതി. ഇനി നമുക്ക് ഇതിനകത്ത് ശകലം മസാലപ്പൊടി ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം മുളക് പൊടി ഇടാം. മുളക് പൊടി നമ്മൾ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ശകലം മല്ലിപ്പൊടിയും ഇടാം. ഇനി നമുക്ക് ഇതിനകത്ത് ശകലം കുരുമുളക് പൊടി ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ ഗ്രേവി ഇപ്പോൾ ഒന്ന് വെന്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇറച്ചിയിടാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇറച്ചിയിടാം. നമുക്കപ്പോൾ ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് മസാലയൊക്കെ ഒന്ന് ഇനി നമുക്ക് ഇതൊരു വാഴയില ഇട്ട് നമുക്കൊന്ന് മൂടി കുറച്ച് നേരം വെക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ വാഴയില നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കും. നാടൻ കോഴി ആയതുകൊണ്ട് ഇച്ചിരി വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി തീ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നല്ല തീ കൊടുത്തിട്ടുണ്ട്, എന്നാലേ വേഗത്തുള്ളൂ. നാടൻ കോഴി ആയതുകൊണ്ട് നല്ല തീ വേണം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കോഴിക്കറി നല്ല സൂപ്പറായിട്ടുണ്ട്. എരിവും മുളകും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടുമീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ സ്വന്തം കണ്ണൻ ആലപ്പി.